വർഷങ്ങളായിട്ട് ഖുർആൻ പഠിക്കുന്ന ആളുകളെ എനിക്കറിയാം. അവർ വളരെ സീരിയസ് ആയി ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അവർക്ക് ഖുർആൻ പൂർണ്ണമായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലും സങ്കടകരമായ കാര്യം, ഇത്ര വർഷമായി ഖുർആൻ പഠിച്ചിട്ടും അറബി പഠിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഖുർആൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷേ അറബി ഭാഷയിൽ അവർക്ക് കഴിവ് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. വേറൊരു കാര്യം ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഖുർആനിൻ്റെ ഏത് ഭാഗത്തു നിന്ന് എവിടെ നിന്ന് കണ്ടാലും കേട്ടാലും, നിസ്കാര സമയത്ത് ഇമാം ഓതുകയാണെങ്കിലും വേറൊരാൾ ഓതുന്നത് നമ്മൾ കേൾക്കുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ ഏകദേശ അർത്ഥവും ഉള്ളടക്കവും ഒക്കെ മനസ്സിലാക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടാവും. ഈ പറയുന്ന എല്ലാ വിഷയങ്ങളുടെയും പ്രശ്നം കിടക്കുന്നത് അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അറബി ഭാഷ പഠിക്കാൻ ശ്രമിക്കാതെ ഖുർആൻ പഠിക്കാൻ നോക്കി എന്നുള്ളതാണ് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും അറബിയും പഠിക്കാൻ കഴിഞ്ഞില്ല, ഖുർആനും പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രതിസന്ധിക്കുള്ള കാരണം. അറബി ഭാഷാ രംഗത്ത് വളരെ ശാസ്ത്രീയമായ ഒരുപാട് കാൽവെപ്പുകൾ മുന്നോട്ട് വച്ചിട്ടുള്ള അക്കാഡമി ഓഫ് എക്സലൻസ് അറബി ഭാഷയിലൂടെ ഖുർആൻ പഠിക്കുവാനും ഖുർആനിലൂടെ അറബി ഭാഷ പഠിക്കുവാനും വളരെ ലളിതമായ, ശാസ്ത്രീയമായ, വ്യവസ്ഥാപിതമായ ഒരു കോഴ്സിന് തുടക്കം കുറിക്കുകയാണ്. ഒരു ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ കുറേ ബെഞ്ചും ഡെസ്കും, അധ്യാപകൻ സമയത്ത് മുടങ്ങാതെ വരിക, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, പിന്നെ കാര്യങ്ങൾ എഴുതിയെടുക്കുക, പഠിക്കുക എന്ന് പറയുന്ന ഒരു സാമ്പ്രദായികമായ ക്ലാസ് മുറികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. അവനവൻ്റെ സമയം അനുസരിച്ച് അവനവൻ്റെ സൗകര്യത്തിന് ദിവസവും വെറും 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് വളരെ ലളിതമായി നമുക്ക് ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. രാവിലെ വേണമെങ്കിൽ രാവിലെ ചെയ്യാം, വൈകുന്നേരം വേണം വൈകുന്നേരം ചെയ്യാം. എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആഴ്ചയിൽ 4 ദിവസം 1 മണിക്കൂർ പരിശുദ്ധ ഖുർആനിന് വേണ്ടി, അറബി ഭാഷയ്ക്ക് വേണ്ടി ചിലവഴിക്കാൻ നിങ്ങൾ കുടുംബസമേതം തയ്യാറാണെങ്കിൽ ഈ പ്രോഗ്രാം നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റും. മുതിർന്നവർക്കും മാതാപിതാക്കൾക്കും മാത്രമല്ല, വീട്ടിലുള്ള കുട്ടികൾക്ക്, ന്യൂ ജനറേഷന്, ചെറുപ്പക്കാർക്ക് അവരുടെ സൗകര്യം പോലെ ആശ്വാസത്തിൽ റിലാക്സ് ചെയ്ത് പഠിക്കാവുന്ന രൂപത്തിലാണ് ഈ ഖുർആൻ അറബി കോഴ്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓൺലൈനായൊരു കോഴ്സെന്ന് കേൾക്കുമ്പോൾ എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും, ക്ലാസ്സിന് നമുക്ക് ലൈവ് അല്ലാത്തതുകൊണ്ട് പലപ്പോഴും സംശയങ്ങൾ ചോദിക്കാൻ കഴിയില്ലല്ലോ, മനസ്സിലാവാത്ത കാര്യങ്ങൾ വ്യക്തമാക്കാൻ അവസരമില്ലല്ലോ, ഇങ്ങനെ പല സന്ദേഹങ്ങളുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഡിവിജ്വൽ മെൻറ്ററെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായി LMS പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കോഴ്സ്, അത് പഠിക്കുമ്പോൾ തന്നെ 24 മണിക്കൂറും അവൈലബിളായ ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ സഹായിക്കാൻ, ഒരു ലാംഗ്വേജ് പാർട്ട്ണർ എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ, ഖുർആൻ ഓതി കൊടുക്കാൻ, നമ്മൾ ഹൃദയസ്ഥമാക്കിയ ബൈഹാർട്ട് ചെയ്ത കാര്യങ്ങൾ അവർക്ക് ഓതി കൊടുക്കാൻ, സംശയങ്ങൾ ചോദിക്കാൻ ഒക്കെ നിങ്ങളുടെ കൂടെ ഒരു സഹായിയായി, ഒരു വഴികാട്ടിയായി, നിങ്ങളുടെ ഒരു മെൻറ്ററായിട്ട് ഈ ട്യൂട്ടർ അവൈലബിൾ ആയിരിക്കും. പ്രധാനമായിട്ടും 4 ഏരിയകളാണ് ഈ കോഴ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ പറഞ്ഞതുപോലെ ഖുർആൻ പഠനം. ഖുർആൻ പഠനത്തിൻ്റെ ഏറ്റവും വലിയ കോർ എന്ന് പറയുന്നത് ഷിഫാഉൻ ലിമാ ഫി സുദൂർ, മെൻ്റൽ ഹെൽത്താണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി എങ്ങനെ മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കാൻ കഴിയും എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു സിലബസ് ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യം മുതൽ അവസാനം വരെ ക്രമം അനുസരിച്ച് ഖുർആനിൻ്റെ ആയത്തുകൾ ഇങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല,
മറിച്ച് നമ്മളൊക്കെ ജീവിതത്തിൽ നേരിടുന്ന പല സമ്മർദ്ദങ്ങൾ, വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, താങ്ങാനാവാത്ത പല നിലക്കുള്ള പ്രഷറുകൾ, ഖുർആൻ പഠിക്കുന്നു പക്ഷേ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ജീവിതത്തിലെ പ്രശ്നങ്ങളോട് പ്രതിപ്രവർത്തിക്കുമ്പോൾ, ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നില്ല. അപ്പോൾ അതിനുകൂടി പരിഹാരം കണ്ടെത്തുന്ന രൂപത്തിൽ മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഖുർആൻ പഠനമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. രണ്ടാമത്തെ പ്രത്യേകത, വേറിട്ട് അറബി പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ഖുർആൻ പഠിച്ച ആയത്തുകളിലും സൂറത്തുകളിലും ഒക്കെ വന്നിട്ടുള്ള ഭാഷാ സംബന്ധമായ കാര്യങ്ങൾ, അറബി വ്യാകരണത്തിൻ്റെ സങ്കീർണതകളോ വ്യാകരണ നിയമങ്ങളുടെ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ തീർത്തും ലളിതമായി പ്രാക്ടിക്കലായി അപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ അറബി ഗ്രാമറിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വെർഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ഇത്ര സിമ്പിളായിട്ട് അറബി പഠിക്കാൻ പറ്റുമോ? അറബി പണ്ഡിതന്മാരും അധ്യാപകരും അടക്കം പലപ്പോഴും പറയാറുള്ള ഒരു തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവനയാണ്, അറബി ഏറ്റവും സങ്കീർണമായ, പഠിക്കാൻ പ്രയാസമുള്ള ഭാഷയാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമായി, വഴികാട്ടിയായി അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് അറബി ഭാഷ തിരഞ്ഞെടുത്തു എന്ന് ചിന്തിച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഏറ്റവും ലളിതമായ അറബി ഭാഷയിലാണ് നാം ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. وَإِنَّهُ لَتَنزِيلُ رَبِّ الْعَالَمِينَ نَزَلَ بِهِ الرُّوحُ الْأَمِينُ عَلَى قَلْبِكَ لِتَكُونَ مِنَ الْمُنذِرِينَ بِلِسَانٍ عَرَبِيٍّ مُبِينٍ. ആ ലളിതമായ അറബി ഭാഷയെ സിമ്പിളായി പഠിക്കുന്നതിന് പകരം അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ വ്യാകരണ ചട്ടങ്ങളും ഒക്കെ കൂടുതൽ സങ്കീർണമാക്കി ആ ഭാഷ ആളുകൾക്ക് പഠിക്കുവാൻ പ്രയാസമുണ്ടാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയിടത്താണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഇത്തരം കെട്ടിക്കൊടുക്കുകളൊന്നുമില്ലാതെ എല്ലാവർക്കും, അറബി ഭാഷയിൽ പരിചയമില്ലാത്തവർക്കും തുടക്കക്കാർക്കുമൊക്കെ സിമ്പിളായി ഭാഷ പഠിക്കാൻ പറ്റുന്ന ടെക്നിക്കാണ് ഈ കോഴ്സിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോഴ്സിൻ്റെ ഒരു ഫീച്ചർ, അറബി ഭാഷ പഠിക്കുകയും അത് ഖുർആൻ പഠനത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിദേശികളുമായോ അറബ് രാജ്യങ്ങളിലുള്ളവരുമായോ ഒക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അറബി ഭാഷയുടെ കമ്മ്യൂണിക്കേറ്റീവ് ഉപയോഗം ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ കോൺഫിഡൻസായി, ആത്മവിശ്വാസത്തോടു കൂടി ആരുടെ മുഖത്ത് നോക്കിയും അറബി ഭാഷ സംസാരിക്കുവാനുള്ള പരിശീലനം കൂടി ഈ കോഴ്സിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നാലാമത്തതും യുണീക്കുമായിട്ടുള്ള ഈ കോഴ്സിൻ്റെ ഒരു ഗുണം, സെൽഫ് ലേണിങ്ങിനെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലെവൽ ഏതാണെങ്കിലും, നിങ്ങളുടെ നിലവാരം എവിടെയാണെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾക്ക് പഠിക്കാനും പരിപോഷിപ്പിക്കാനും പറ്റുന്ന സാഹചര്യം. ഇന്ന് ലോകത്ത് നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ നിലക്കുള്ള സങ്കേതങ്ങളും AI ടൂളുകളും ഒക്കെ പൂർണ്ണമായി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സെൽഫ് ലേണിങ്ങിൻ്റെ ഏറ്റവും എൻഹാൻസ്ഡ് വെർഷൻ നിങ്ങൾക്ക് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഏറെ മാസങ്ങളായി ഈ രംഗത്തുള്ള വിദഗ്ധരായ അധ്യാപകരും ടെക്നിക്കൽ എക്സ്പേർട്ടുകളും കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായി ഇങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ടൈലർ ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയും സമയമായില്ല എന്ന് ചിന്തിക്കുന്നവർ, ഇപ്പോൾ സമയമില്ല എന്ന് പറയുന്നവരും, അവസാനം സമയമില്ലാത്ത യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നതിൻ്റെ മുമ്പ് തീരുമാനമെടുക്കേണ്ടി വരും. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. വിശ്വാസികൾക്ക് നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശത്തിൻ്റെയും സുവർണാവസരമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരിശുദ്ധ റമദാൻ ഏതാനും മാസങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ കോഴ്സ് 3 മാസം നമ്മൾ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഇത് ഏറ്റവും പ്രത്യേകമായി നമ്മൾ തയ്യാറാക്കുന്നത് ഈ 3 മാസത്തിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ
റമദാനിൽ നമ്മളുടെ സമ്പൂർണ്ണ വിജയത്തിന് വേണ്ടി, പരലോകമോക്ഷത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന നിലക്കാണ്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കുകയും അറബി ഭാഷയുടെ അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്താൽ മറ്റു പല റമദാനും കഴിഞ്ഞപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടതുപോലെ, നിരാശപ്പെട്ടതുപോലെ ഈ റമദാൻ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോയി, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാത്ത വിധം നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് പ്രാർത്ഥനാപൂർവം സമ്പന്നമായി ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതിനെ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പഠന പദ്ധതി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാ നിലക്കുമുള്ള സഹായ സഹകരണങ്ങൾ, പിന്തുണ, സ്നേഹം, ഉപദേശ നിർദ്ദേശങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ.